ബ്രെഡും മുട്ടൊന്നും ചേർക്കാതെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോണ പോലത്തെ ഒരു കാരമൽ പുഡിംഗ് ഉണ്ടാക്കിയാലോ നമുക്ക്. അപ്പം അതിന് ആദ്യം തന്നെ ഉണ്ടല്ലോ ഒരു പാത്രത്തിലോട്ടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് പഞ്ചസാര അങ്ങോട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. ഒരുപാട് കളർ അങ്ങോട്ട് മാറാൻ ഞാൻ നിന്നിട്ടില്ല കേട്ടോ. ഈ ഒരു പരിവായപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതേപോലെ ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുത്തേക്കാണ്. പഞ്ചസാര ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞാലേ ആ ഒരു കയ്പ്പ് ചുവയൊക്കെ വരും, അതെനിക്കിഷ്ടമില്ല. ഇനി വേറൊരു പാത്രത്തിലെ ഒരു 2 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡറും പിന്നെ നമ്മുടെ മധുരത്തിനുള്ള പഞ്ചസാര ആദ്യം ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് കട്ടില്ലാണ്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ കത്തിച്ച് വെച്ചോളൂ കേട്ടോ. ഇനി ഇത് കൈയെടുക്കാണ്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. കണ്ണ് തെറ്റിയാൽ ആശാനം ആകെ കട്ട പിടിച്ച് കുറുകി ഒരുമാതിരി കോലവും. അപ്പം അത് വേണ്ട, ഇളക്കിയ പടി അങ്ങോട്ട് ഇളക്കിയെടുത്തോ. ഒരുപാട് നേരമൊന്നുമില്ല, ഒരു 5-6 മിനിറ്റൊക്കെ മതിയേ. ഇനി നമ്മളുടെ ഈ ഒരു പാല് കുറുക്കിയതുണ്ടല്ലോ, നമ്മുടെ ആ ഒരു പഞ്ചസാര സീറൻ്റെ മേലോട്ട് കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ ചൂടാറിയിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചോളൂ കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് തണുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി ഫ്രിഡ്ജിൽ നിന്ന്. കാരമൽ പുഡിംഗ് ഒക്കെ ആകുമ്പോൾ അതൊന്നും ഡിമോൾഡ് ചെയ്ത് എടുക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി വൃത്തി എന്നൊക്കെ പറഞ്ഞാൽ. ഇതെന്തപ്പോൾ അത് ഒരു തല്ലത്ത് വന്നിരിക്കുന്നത്, പൊട്ടിപ്പോകാത്ത രീതിയിലേ ഒന്നങ്ങോട്ട് തട്ടിട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പം നടക്കുമെന്നോളൂന്നേ. പിന്നെ നമ്മളോടാ കളിയില്ലേ. നമ്മളുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ ഈ ഒരു 1 സ്പൂണിൽ നിർത്തണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മളെ കൊണ്ട് അത് നടക്കണ്ടേ. ആ ഒരെണ്ണം ഫുള്ള് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു. മറ്റേ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കൾ സ്കൂളിൽ പോയേക്കല്ലേ, അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കണ്ടേ അല്ലേ. എന്താ പിന്നെ വിഷുവിൻ്റെ വിവരങ്ങളൊക്കെ? ഞാൻ സദ്യ കഴിച്ചിട്ടില്ല, പായസവും കുടിച്ചിട്ടില്ല.